പിന്നെ നമുക്കറിയാത്തൊരു ഏരിയ ആണല്ലോ ഈ ഫ്ലാസ്ക്. ഈ നമ്മൾ ജഡ്ജസിൻ്റെയും മജിസ്ട്രേറ്റിൻ്റെയും ജഡ്ജസ് അതുപോലുള്ള കലക്ടർ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ഇതേപോലെ പോലീസ് ഉണ്ടാവും, പോലീസ് അകമ്പടി. അവരുടെ ജീവിതം നമുക്കൊന്നും അറിയാത്തൊരു ജീവിതമാണ്. ഫ്ലാസ്ക് എന്നാണ് അവർ വിളിക്കുക. അങ്ങനത്തെ സബ്ജക്റ്റാണ്, വെറൈറ്റി സബ്ജക്റ്റാണ്. നന്നായി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പെർഫോമൻസ് വളരെ നന്നായി, എസ്പെഷ്യലി സുരേഷ്. കോമഡി വർക്കായോ? നല്ലോണം വർക്കായി, അടിപൊളി. കോമഡി ഫണ്ട് ആ ഒരു ജോണറിൽ തന്നെ വരും. അത് ഒരുപാട് നല്ല മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇത് എന്താ പറയുക, ഇപ്പോൾ ഉള്ള സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സ് സന്തോഷിച്ച് കാണാനും പറ്റുന്ന ഒരു സിനിമയാണ്. പെർഫോമൻസ് ഒക്കെ ഉണ്ട് എല്ലാവരുടെയും. അടിപൊളിയല്ലേ? സുരേഷേണ്ണും ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ആ കോമ്പൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് സാറ് ജഡ്ജായിട്ട് ശരിയും തനി ജഡ്ജിൻ്റെയാണ്. പിന്നെ സഹിച്ചേട്ടൻ പറയണ്ടല്ലോ, കോമഡി നന്നായിട്ട് കാണിക്കും. പിന്നെ പ്രേക്ഷകരുടെ കണ്ട് രസമുണ്ടായിരുന്നു. വെച്ചാൽ എല്ലാവരും ചിരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എത്രമാത്രം വെച്ചാൽ എല്ലാം നമ്മുടെ പരിചയക്കാരാണ് ഈ ഷോയിൽ. അപ്പോൾ എത്രമാത്രം കുറച്ച് ബയസ്ഡ് ആയിരിക്കും എല്ലാവരും നമ്മുടെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചാണോന്ന് അറിയില്ല. ബാക്കിയുള്ള തിയേറ്റേഴ്സിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ അറിയാം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. നമുക്ക് ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രിയായിട്ട് അറിയാം. ഇപ്പോൾ ഒരു പറഞ്ഞിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിച്ചേട്ടൻ അഭിനയിക്കാറില്ല, ജീവിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ജീവിക്കുക തന്നെയായിരുന്നു ആ റോളിൽ. എല്ലാ കഥാപാത്രത്തിലും ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. ചിലത് പാടും, ചിലത് വർക്കൗട്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരത് പറഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്. ബാക്കി നിങ്ങളാണ് പറയേണ്ടത്, അല്ലെങ്കിൽ പ്രേക്ഷകരാണ് പറയേണ്ടത്. ഞാൻ ജീവിക്കുമായിരുന്നു, പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. എന്തായാലും സന്തോഷമുണ്ട്. എല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അറിയില്ല എന്നാലും ആടുതിരയുടെ ഷൂട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഒരു സീനിൽ വീണ്ടും അഭിനയിച്ച് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ പടം റിലീസാവുന്ന പ്രമാണിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. ഇപ്പോൾ ഇന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ച് പാലക്കാട്ടേക്ക് വന്നിട്ട് നാളെ രാവിലെ തൊട്ട് ഷൂട്ട് വീണ്ടും തുടങ്ങും. അടക്കലബുവിൻ്റെ 2 ഫേസാണ് കാണിക്കുന്നത്. അതൊരു സസ്പെൻസാണ്. അതെ, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കഥാപാത്രങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പറഞ്ഞോളൂ. അതെ, ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ പോലും, അതായത് റിലീസായ വരെയുള്ള കഥാപാത്രങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, ഞാൻ ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഒരു 2-3 നല്ല ക്യാരക്ടേഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വർഷം ആദ്യ ക്വാർട്ടറിലും രണ്ടാമത്തെ ക്വാർട്ടറിലും ഒക്കെ ആയിട്ട് വരും. പിന്നെ മോഹിനിയാട്ടം വരുന്നുണ്ട്, നമ്മുടെ ഭരതനാട്യത്തിൻ്റെ 2ാമത്തെ ഭാഗം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. അതും ഇതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു ചെറുതായിട്ടൊക്കെ അഭിനയം പഠിച്ചിട്ടുണ്ട്. പണ്ട് ഒട്ടും അറിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തന്നെ എൻ്റെ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഒരു കഥാപാത്രം കിട്ടുമ്പോഴത്തേക്കും ടെൻഷനില്ല. മറ്റേത് വേർക്കുമായിരുന്നു ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ. ഇപ്പം ലൊക്കേഷൻ എത്തിയിട്ട് ഓടുകയൊക്കെ ചെയ്താൽ മാത്രമേ വേർക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ വേർക്കാറില്ല. താങ്ക് യു.